ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ. രാവിലെ തന്നെ ഒരു വീഡിയോയുമായിട്ട് വന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, ഫുള്ളായിട്ട് കേൾക്കണം. അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കമൻ്റ് ഇടുക. ഞാനൊരാളെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ താഴ്ത്തിക്കെട്ടാനോ അല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരുപാട് പറയണമെന്നുണ്ട്, എഴുതണമെന്നുണ്ട്, പക്ഷേ എഴുതുമ്പോഴേക്കും സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വരുന്നത്. വീഡിയോ ആകുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നത്. മറ്റൊന്നുമല്ല, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി സമീപിക്കുകയാണെങ്കിൽ അവർ ആദ്യം എന്നോട് ചോദിക്കുക, നിനക്ക് നിൻ്റെ കിട്ടുന്ന വരുമാനം കൊണ്ട് മാസത്തേക്കുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? നിൻ്റെ ഭാര്യയും മകളും ഒക്കെ ആഗ്രഹിച്ച ഫുഡ് നിനക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നിൻ്റെ വരുമാനം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്ക്, ഞങ്ങളൊരു മാർഗ്ഗം പറഞ്ഞുതരാം, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നേറാം എന്നാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാർ പറയാറ്. അതേ മാതൃകയിൽ ഒരു കൂട്ടം ആളുകൾ, അവർ ഓൺലൈനിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും നേരിട്ടാണെങ്കിലും എന്നോട് ഒന്ന് സംസാരിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നീ ഒരു ഹിന്ദു അല്ലേ, നിനക്ക് വേണ്ടത്ര സമൂഹത്തിൽ പരിഗണന കിട്ടുന്നുണ്ടോ? മറ്റുള്ള മതസ്ഥർ അവർക്ക് സമൂഹത്തിൽ ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ നിനക്കത് സാധിക്കുന്നുണ്ടോ? അവർ നിന്നെ പോലെയുള്ള ആളുകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നില്ലേ? അവർ അങ്ങനെ പറയുന്നില്ലേ? അവരങ്ങനെ ചിന്തിക്കുന്നില്ലേ? അവരങ്ങനെ പ്രവർത്തിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യമായിട്ട് പറയണം, ഞാനിതാ ഇപ്പോൾ നിൽക്കുന്നത് ഒരു അമ്പലത്തിൻ്റെ പരിസരത്താണ്. ഞാനൊരു വിശ്വാസിയാണ്, പക്ഷേ അമിതമായിട്ടൊന്നിൽ വിശ്വസിക്കുന്ന ഒരാളല്ല, നിരീശ്വരവാദിയുമല്ല. അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എന്താ പറയുക, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന രീതിയിൽ ആരെയും ആരുടെ ഒരു അതിനെയും മതവികാരത്തെയും വ്രണപ്പെടുത്താത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സമൂഹത്തിലെ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിട്ടും എനിക്ക് സൗഹൃദമുണ്ട്. എല്ലാവരും ഞാൻ വിഷയാറുണ്ട്. എനിക്കൊരു മതമുണ്ട്, എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പം ഞാൻ എന്തിന് മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാനിപ്പോൾ. കാരണം വേറെ ഒന്നുമല്ല, ഞാനങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ചിലർ അങ്ങനെയല്ല, അവരുടെ ഇതിലാണ്ട് വീണ് പോവുകയാണ്. അത് വലിയൊരു വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാരും മനസ്സിലാക്കുന്നില്ല. സമൂഹത്തിൽ വളരെ അപകടകരമായ രീതിയിലാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, അതാണ് അവരുടെ വിഷയം. ദൈവം സഹായിച്ച് അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാലോ, എന്നെ ഇതുവരെ എന്നോടൊരാളും ഈ രീതിയിൽ ആയാലും മറ്റു മതസ്ഥരായാലും വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ ആചാരങ്ങൾ പാലിക്കുന്നു. അവരുടെ ഇപ്പോൾ ചിലർ പറഞ്ഞു നമ്മുടെ ഹിന്ദുക്കളുടെ പ്രസാദം ചില ആൾക്കാർ മേടിക്കില്ല കഴിക്കില്ല എന്ന്. അത് മറ്റു മതസ്ഥർ മേടിക്കില്ല കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ടവർ മേടിച്ചോട്ടെ, വേണ്ടവർ കഴിച്ചോട്ടെ. കഴിക്കുന്ന ആൾക്കാരുണ്ട്. അരവണ പായസം മേടിച്ചിട്ട് മറ്റേ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർ പറയാറുണ്ട്, അതെ അരവണയോ അല്ലെങ്കിൽ മറ്റേ പഞ്ചാമൃതമൊക്കെ മേടിച്ച് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ട് അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. മറ്റ് മതസ്ഥരിൽ എല്ലാ മതസ്ഥരിലും അവരുടേതായ എന്താ പറയുക അന്ധവിശ്വാസങ്ങൾ പേറി നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ തന്നെ പറയണം, അന്ധവിശ്വാസങ്ങൾ പേറി നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ ഒരിക്കലും നമുക്ക് തിരുത്താൻ പറ്റില്ല. ഈ പറയുന്ന ആളുകളും ഇപ്പോൾ എന്നോട് നീ ഒരു ഹിന്ദു ആണെന്ന് പറയുന്ന ആൾക്കാരും അവർ അന്ധവിശ്വാസം പേറി നടക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവർ നമ്മളെ ആക്രമിക്കാൻ വരെ, ഉപദ്രവിക്കാൻ വരെ, അല്ലെങ്കിൽ അവർ നമ്മുടെ നാട് പിടിച്ചിട്ടൊക്കെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്താ, ഞാനിപ്പോൾ അതിന് മറുപടി പറയുക. ഇപ്പോൾ ഒരു ഭജൻസ്, നന്ദഗോവിന്ദ ഭജൻസ് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചതിന് അതിൽ രാഷ്ട്രീയം, അതിൻ്റെ ഒരു കമാൻഡ് ഞാനിട്ടപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കമാൻഡുകൾ താഴെ, എന്നെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ താഴെ. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഞാൻ എൻ്റെ രീതിയിൽ എല്ലാവരെയും ഒരുപോലെ കണ്ട്, ഞാൻ ഒരു സൂര്യൻ, ഒരു ചന്ദ്രൻ, ഒരു ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരിക്കുന്നത് ഒരേ ഓക്സിജനാണല്ലോ, അന്തരീക്ഷത്തിലുള്ള ഓക്സിജനാണല്ലോ. അവർക്ക് സെപ്പറേറ്റ് ഓക്സിജനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പ്രകൃതി നമുക്ക് തരുന്നത് എല്ലാവർക്കും ഒരേപോലെ ശ്വസിക്കാനും അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. അതിൽ വേർതിരിവ് പ്രകൃതി കണ്ടിട്ടില്ല. ഞാനും അതുപോലെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ദയവ് ചെയ്ത് പ്ലീസ് എൻ്റെ പോസ്റ്റുകൾക്കടിയിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വർക്ക് ചെയ്ത് എത്തുന്നവരെ പറഞ്ഞിട്ടുമില്ല, ഒരാളെയും അധിക്ഷേപിച്ചിട്ട് പോസ്റ്റ് ഇട്ടിട്ടുമില്ല, ഒന്നുമില്ല. ഇനി ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. കണ്ടത് നല്ലതിന് നല്ലതെന്ന് പറയും. അതിപ്പോൾ ഏത് ഇതാണെങ്കിലും
അല്ലാതെ തന്നെ മോശമാണെങ്കിൽ ഞാൻ മോശമായിരുന്നു കേട്ടോ എന്നും പറയാറുണ്ട്. അല്ലാണ്ട് അധിക്ഷേപിക്കേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞ പോലെ അമ്പലത്തിൽ അന്നദാനവും കഴിച്ചിട്ടുണ്ട്, മുസ്ലിം പള്ളിയിൽ പോയിട്ട് അവിടുന്ന് ചോറും കൊണ്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൽ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ദയവ് ചെയ്ത് എന്നെ ബോധവൽക്കരിക്കാൻ വരരുത് എന്നൊരു അപേക്ഷ ഉണ്ട്. ഞാനിങ്ങനെ ജീവിച്ചു പോട്ടെ. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം എന്നിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ വരാം. അങ്ങനെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. ശുഭദിനം. നല്ല ചിന്തയോട് കൂടിയിട്ട് വളരുക, നല്ല ചിന്തയോട് കൂടിയിട്ട് പ്രവർത്തിക്കുക. ആരും നമ്മളെ ഒരിക്കലും ഉപദ്രവിക്കാൻ വരണില്ല. നമ്മൾ അവരെ ഉപദ്രവിക്കാൻ പോയാൽ മാത്രമേ നമ്മളെ എല്ലാവരും ഉപദ്രവിക്കാൻ വരുള്ളൂ. ആ ഒരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. താങ്ക് യു.